ഒരു വീട്ടിൽ അന്യരെ പോലെ കഴിഞ്ഞിട്ടുള്ള 3 വർഷങ്ങൾ എന്റെ ലൈഫിൽ കടന്നു പോയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അതിന് ഞാനും എന്റെ അമ്മയും സെപ്പറേറ്റഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ കടന്നു പോയെന്ന്. ഹായ് ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്റെ ലൈഫിലെ ചെറിയൊരു സ്റ്റോറി, ഒരു ചെറിയൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മുത്തുമണികളെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എന്റെ ഒരു ചെറിയ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. വലിയ ബിഗ് ആയിട്ടൊന്നും വലിയ രീതിയിലൊന്നും പറയുന്നില്ല, ചെറിയൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു ചെറിയൊരു ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ട നിമിഷങ്ങള് അല്ലെങ്കിൽ ദിനങ്ങള്, അമ്മയ്ക്ക് ഞാൻ ശത്രുവിനെ പോലെ. മുത്തുമണികളെ, അപ്പൊ എല്ലാത്തിന്റെ തുടക്കം ഡിസംബർ മാസം, ഡിസംബർ ലാസ്റ്റിലായിരുന്നു എല്ലാത്തിന്റെ തുടക്കം. അന്ന് ഒരു ശിവഗിരി ഉത്സവ ദിവസമായിരുന്നു, ലാസ്റ്റ് ഡേ, ശിവഗിരി ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. സിസ്റ്ററിന്റെ വീട് അവിടെയാണ്, ശിവഗിരി ആ ഭാഗത്തായിട്ടാണ് സിസ്റ്ററിന്റെ വീട് വരുന്നത്, അതായത് എന്റെ ചേച്ചിയുടെ വീട് വരുന്നത്. പുള്ളിക്കാരുടെ വീട്ടില് ഞങ്ങൾ ഉത്സവത്തിന് പോയതാണ്. ഉത്സവത്തിന് പോയി പിറ്റേന്ന് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ആണെന്ന് തോന്നുന്നു, ന്യൂ ഇയർ ആണോ, ന്യൂ ഇയർ 31 ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾ പോണത് ഡിസംബറിന്. ഫുള്ള് ഞാൻ ഒറ്റപ്പെട്ട ദിനങ്ങളായിരുന്നു. 1-2 ദിവസങ്ങളോ 1-2 മാസമോ അല്ല മുത്തുമണി, 3 വർഷം, ഏതാണ്ട് 3 വർഷത്തോളം ഞാനും എന്റെ അമ്മയും സെപ്പറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അന്യരെ പോലെ കഴിഞ്ഞിട്ടുള്ള 3 വർഷങ്ങൾ എന്റെ ലൈഫിൽ കടന്നു പോയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എന്താണെന്ന് വെച്ചാൽ, അതിനു മുന്നേ എന്റെ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് സിംഗിൾ പാരന്റ് ആണ്, ചെറിയൊരു ഫാമിലിയാണ്. ചെറിയ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. അവർ രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിന് അടുത്തല്ല, അവര് രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടില് എന്ന് പറയാൻ ഇപ്പം ഞാനും അമ്മയാണ് നിലവില് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്ന ടൈം ആയിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്. അപ്പം ജോലിയുടെ കൂടെ അല്ലെങ്കിൽ ജോബിന്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. എന്തോ എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്തതാണ്. സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഫിനാൻഷ്യല്, എന്റെ അമ്മ ഒരുപാട് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കുറെ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് സിസ്റ്ററിന്റെ കല്യാണം നടത്തിയതും. ഒരുപാട് അമ്മ കടമൊക്കെ വരുത്തിയാണ് സിസ്റ്ററിന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തിയത്. അതിനുശേഷം സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബ്രദറും സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ബാക്കി ലോണുകളും കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനും കൂടി നിന്നിട്ടാണ് അമ്മയ്ക്കൊരു ഹെൽപ്പായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും കൂടെ ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് അമ്മയ്ക്ക് അതൊരു സഹായമാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ പോവായിരുന്നു. എന്റെ വീട്ടില് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരുവിധം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് തന്നെയാണ് കഴിയുന്നത്. ഇപ്പൊ വീട്ടില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും കൂടി അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്റെ കൂടെയും കൂടി അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാൻ അന്നൊക്കെ വർക്കിന് അല്ലെങ്കിൽ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ഇഷ്ടങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ അമിതമായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ആളല്ല. അധികമായിട്ട് ചെലവൊന്നും വരുത്തുന്ന ആളല്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലെ ക്യാഷുകൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് വീട്ടിലോരോ കാര്യങ്ങൾക്ക് ആണ് ചെലവാക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ലൊരു ഡ്രസ്സ് പോലും എനിക്ക് ഇടാനുണ്ടായിരുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. ജോലി ഉണ്ടെങ്കിൽ പോലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ജോലിക്ക് പോണ ആളല്ലേ, അപ്പൊ നിനക്ക് മന്ത്ലി സാലറി കിട്ടുമ്പോഴത്തേക്ക് ഒരു ജോഡി ഡ്രസ്സോ 2 ജോഡി ഡ്രസ്സോ ഒക്കെ മേടിക്കൂടെ എന്ന് ചോദിക്കും.
പക്ഷെ ഞാൻ അങ്ങനെ ഡ്രസ്സിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ക്യാഷ് അധികം ചെലവാക്കുന്ന ഒരാളേ അല്ല. എന്റെ ലൈഫിൽ ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് എനിക്കൊരു ഡ്രസ്സ് എന്റെ പൈസക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഓണം വരുമ്പോഴാണ്. അപ്പൊ എല്ലാ വർഷവും ഓണത്തിനായിരിക്കും ചിലപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ജോഡി ഡ്രസ്സ് എടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു എന്റെ ലൈഫില്. കാര്യം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമയം കണ്ടെത്തുകയോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈഫിൽ ജീവിച്ചിട്ടില്ല അതുവരെ. എന്റെ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളവര് എങ്ങനെയാണോ നടക്കുന്നത് അതിന് വിപരീതമായിട്ട് എന്റെ ലൈഫ് കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. അപ്പം എന്റെ ഫാമിലിയില് എന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഞാനും കൂടി അറിഞ്ഞിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഞാനും കൂടി അറിഞ്ഞാണ് നടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കവേ ഞാൻ പറഞ്ഞില്ല, ശിവഗിരി ഉത്സവം അല്ലെങ്കിൽ ലാസ്റ്റ് ഉത്സവത്തിന് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വരുന്നു. സ്വാഭാവികമായിട്ടും കല്യാണാലോചനകളൊക്കെ വരുന്നത് പോലെ എനിക്ക് ഒരു കല്യാണാലോചന വന്നു. സോ പെണ്ണ് കാണാൻ ചടങ്ങ് വന്നു, പെണ്ണ് കണ്ടു. സോ എനിക്ക് അപ്പോഴും നമ്മൾ ആ ചടങ്ങ്, പെണ്ണ് കാണാൻ ചടങ്ങിൽ ഒരു ചെറുക്കനും പെണ്ണും സംസാരിക്കുന്ന ഒരു ഇത് വരുമല്ലോ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ ഒരു ഇത് വരുമല്ലോ. അപ്പൊ സംസാരിച്ച സമയത്തും എനിക്ക് അല്ലെങ്കിൽ ആ ഒരു പുള്ളിയായിട്ടൊരു ഒരു കണക്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ വീട്ടുകാർക്ക് അവരെ സങ്കടപ്പെടുത്തണ്ട എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമായിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം പിന്നെ കുറെ കാര്യങ്ങളിൽ ഞങ്ങൾ തങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഏജിന്റെ മാത്രമല്ല, പല കാര്യത്തിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും അധികം നമ്മളായിട്ട് മിങ്കിൾ ചെയ്യാത്ത ഒരു ടൈപ്പ് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി. കാര്യം ഞാനാണ് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്തത്. പിന്നെ എഡ്യൂക്കേഷൻ നമുക്കൊരു ഇതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരേ ലെവലിലെങ്കിലൊക്കെ, ഒന്നുമില്ലെങ്കിൽ രണ്ടുപേരും ഏകദേശം ഒരേ ലെവലിലെങ്കിലും നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളെക്കാളും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും നമ്മളെക്കാളും കുറവ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും തമ്മിൽ നല്ല വ്യത്യാസം കാണും. എഡ്യൂക്കേഷൻ അപ്പൊ അത് നല്ല ഇതില് ലൈഫിൽ ബാധിക്കും, അതൊരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഒരാളുടെ കൂടി സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളോടുള്ള ഒരു ഇതെങ്ങനെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഒരു തരത്തിലും സംസാരിച്ചിട്ട് എനിക്ക് ആ ഒരു പുള്ളിയായിട്ടൊരു ഇത് വരുന്നില്ല, ഒരു കണക്ഷൻ വരുന്നില്ല. കാര്യം അത് എല്ലാം ഞാനാണ് അങ്ങോട്ട് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ, ആ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു സ്ട്രിക്റ്റ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. അങ്ങനെ ആയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ. പിന്നെ അതിനുശേഷം ഈ പുള്ളിയെ പറ്റിയിട്ട് പല രീതിയിലും പല റിലേറ്റീവ്സൊക്കെ പലരും ഒക്കെ അന്വേഷിച്ചപ്പോഴും ഒക്കെ നല്ല ഇതെല്ലാം അറിഞ്ഞത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്തോ ഒരു എല്ലാത്തിനേക്കാളും എനിക്ക് മെന്റലി ഒരു മാരേജ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. ആ ടൈമിലൊന്നും എനിക്ക് അങ്ങനെ ഒരു മാരേജ് ചെയ്യണം, ഒരു കല്യാണം കഴിക്കണം എന്നുള്ളൊരു ശരിക്കും നമ്മൾ പെൺകുട്ടികൾക്ക് നമുക്ക് ഇപ്പോ കല്യാണം കഴിക്കാൻ നമ്മൾ മെന്റലി തയ്യാറാവുന്നു, അപ്പോഴും കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അത് നമ്മൾ ഇഷ്ടമില്ലാതെ നമ്മൾ ഒരാളുടെ ലൈഫിൽ ചെന്നിട്ട് അയാളുടെ ലൈഫും പോകും നമ്മുടെ ലൈഫും പോകും. ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു മാരേജ് ലൈഫ് പകുതി വെച്ച് മുറിഞ്ഞു പോകാനുള്ള ഒരു സിറ്റുവേഷനെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു. റിലേറ്റീവ്സ് പലരും ഇങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഇയാളെ പറ്റി നെഗറ്റീവ് ആയിട്ടൊക്കെ പറഞ്ഞു. അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഇല്ലെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കതൊരു ഭയങ്കര ഒരു ഇതായി, വിഷമായി. കാര്യം പല രീതിയിലുള്ള സംസാരങ്ങൾ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തത് വരുന്നത് എന്റെ ഏജ്. എനിക്ക് ഏജ് ഒരുപാട് ആയി വരികയാണ്. അത് കഴിയുമ്പോൾ പിന്നെ ആരെയും കിട്ടാതെ വരും, അത് ഒരു പ്രശ്നമായിട്ട് പറയുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ആ വ്യക്തിയെ നല്ലതാക്കി എടുക്കണം, അല്ലെങ്കിൽ നല്ല വഴിക്ക് ആ വ്യക്തിയെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ കുറെ സംസാരങ്ങൾ ഫാമിലിയിൽ ഉള്ളവരെല്ലാവരും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ. അപ്പൊ ഇത് ഞാൻ ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരാളെ നന്നാക്കാനാണോ മാരേജ് കഴിഞ്ഞ് പോകുന്നത്? അത് എനിക്കൊരു സംശയം. എനിക്ക് എന്തെങ്കിലും തെറ്റ് വരുന്നെങ്കിൽ പറഞ്ഞു തരേണ്ട ഒരാള്, അങ്ങനെയുള്ള ഒരാള് എന്നെക്കാളും മുതിർന്ന ആളാണ്. അപ്പം
അങ്ങനെ ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്റെ പിന്നെ ബാക്കിയുള്ള ലൈഫ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ഭയങ്കര അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഫാമിലിയിലുള്ളവർ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ആ ടൈമിലൊക്കെ. അങ്ങനെ ഇരിക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഫാമിലി എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാണ്. എന്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ ഒരു ഉപ്പ് തീർന്നാൽ പോലും എന്റെ അറിവിനോട് കൂടിയൊക്കെയാണ് അത് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാതെ എന്റെ അതായത് എന്റെ എൻഗേജ്മെന്റ് എല്ലാവരും ഫിക്സ് ചെയ്തു. ഞാൻ അറിയാതെ എന്റെ എൻഗേജ്മെന്റ് എല്ലാവരും ഫിക്സ് ചെയ്തു. എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ആരും അറിയിക്കുന്നില്ല. അവര് ഫിക്സ് ചെയ്ത് അപ്പൊ ആ ടൈമിൽ എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയറിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിൽ ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പം എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു എക്സാമിന്റെ ഒരു ദിവസം പിറ്റേ ദിവസം എന്റെ അടുത്ത് അമ്മ ഇതുപോലെ ചോദിച്ചു, നിനക്ക് അതായത് പിന്നെ 2-3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ എൻഗേജ്മെന്റിന്. എന്റെ അടുത്ത് ചോദിച്ചു, എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നിനക്ക് നീ എത്ര എക്സാം ഉണ്ട്, എത്ര പരീക്ഷ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 പരീക്ഷ കൂടെ ഉണ്ട്. എന്ന് തീരുമെന്ന് ചോദിച്ചു. അപ്പം എന്ന് തീരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ മറ്റന്നെയാണ് നിശ്ചയം. അപ്പൊ ഞാൻ പറഞ്ഞു, നിശ്ചയം? അതെ, മറ്റന്നെയാണ് നിശ്ചയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് തോന്നി. കാര്യം എല്ലാ കാര്യങ്ങളും ഞാൻ മുഖേനയൊക്കെ അറിയുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുന്നിടത്ത് ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് വന്നപ്പോ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം ഡേറ്റും എല്ലാം എടുത്ത് എല്ലാം ഫിക്സ് ചെയ്തു. എന്നെ ആരും എന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞ എന്റെ അടുത്ത് എല്ലാവരും എല്ലാം ഒളിക്കുന്നത് പോലെ, ഒളിച്ച് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് മാരേജിന് ഇഷ്ടമല്ല, താല്പര്യമല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഇത് ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഫാമിലിയിൽ ഭയങ്കര പ്രശ്നമായി. അതോടുകൂടി അമ്മ നേരെ തിരിഞ്ഞു. പിന്നെ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടിരുന്നതും ഒക്കെ. പിന്നെ അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായി. അപ്പം അതെല്ലാം എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഇത് ഫൈനൽ വന്നതെന്ന് പറഞ്ഞാല്, അപ്പം എൻഗേജ്മെന്റ് ഇവര് ഉറപ്പിച്ചു. അങ്ങനെ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി. കാര്യം ഞാനിത് പറഞ്ഞിട്ട് ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടമല്ലെന്നോ സമ്മതമല്ലെന്നോ പറഞ്ഞിട്ട് ആരും നിൽക്കുന്നില്ല. എല്ലാവരും പറഞ്ഞത് അത് പിന്നെ കാര്യമാക്കണ്ട, അത് അങ്ങനെയായാലും കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ നിന്റെ പെരുമാറ്റം കണക്കിരിക്കും, നീ വേണം ആ ഒരാളിനെ മാറ്റിയിടുക. അങ്ങനെ എനിക്ക് ഇതൊക്കെ എനിക്ക് ആകെ തല പോയി. നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലല്ല ലൈഫ് പോണത്. ഇങ്ങനെയൊരു എനിക്കറിയില്ല എന്തൊക്കെയാണ് അപ്പോഴത്തെ ലൈഫിൽ നടന്നത്. ഈശ്വരനായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ഫൈനലി എന്റെ ഫോണിലാണ് അവര് അമ്മയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവർക്ക് മാരേജിന് മുന്നേ പൈസ വേണം. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് പൈസ വേണം. അപ്പൊ പൈസയുടെ കാര്യത്തിൽ ഇവര് അമ്മയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം എന്റെ ഫോണിലാണ് അവര് വിളിച്ച അമ്മയോട് സംസാരിക്കുന്നത്. ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടേക്കുവാണ്. അപ്പൊ അവരതിനകത്ത് പറയുന്നത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ എന്തെങ്കിലും പ്രമാണോ കാര്യങ്ങളൊക്കെ പണയം വെക്കാനുണ്ടെങ്കിൽ വെച്ചിട്ട് വേഗം കാര്യം നടത്താൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യലി എന്റെ മൂത്ത സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞിട്ട് എന്റെ അമ്മ ആ കടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്റെ അമ്മ. അപ്പൊ ഇതെല്ലാം കണ്ടു നിന്ന ആളാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്കൊരു ഇത് വരുവാണെങ്കിൽ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഒരു ബാധ്യത ആവാത്ത രീതിയിൽ വേണം എനിക്കൊരു ലൈഫ് കിട്ടാനെന്ന് ഞാൻ അങ്ങനെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ ആ സംസാരമൊക്കെ കേട്ടു. അപ്പൊ എനിക്ക് ഇതിനോട് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും എനിക്ക് ഇതിനോടൊരു ഇഷ്ടമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ പിറ്റേന്ന് എക്സാമിന് പോയത് അടുത്തൊന്നുമല്ല. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗ്യാപ്പിലായിരിക്കും സെന്റർ കിട്ടുന്നത്. അങ്ങനെ എക്സാമിന് പോയി.
അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇനിയും അവരെ നമ്പർ തപ്പിയെടുത്ത് എന്റെ ഫോണിൽ നിന്ന്. അപ്പം ഈ പൈസയുടെ കാര്യമൊക്കെ ചോദിക്കുന്ന അതിന് കുറെ ദിവസം മുന്നെയാണ്. ഞാൻ ഇവര് നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ തപ്പിയെടുത്തു. എക്സാം സെന്ററിൽ ചെന്നിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ എങ്ങനെയോ നമ്പർ തപ്പിയെടുത്തു. ഞാൻ ഇവരെ വിളിച്ചു. അപ്പം ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്റെ സിസ്റ്ററിനെ വിളിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ സിസ്റ്റർ പറഞ്ഞത്, നിനക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അത് തുറന്ന് പറയുക തന്നെ വേണം. കാര്യം നിന്റെ ലൈഫാണ്. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാല് നീ മാത്രം അനുഭവിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ ബന്ധുക്കളോ ആരും കൂടെ ഉണ്ടാകണമെന്നില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് എന്റെ ഫ്രണ്ടും പറഞ്ഞത്. അവൻ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ മോളെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അത് തുറന്ന് പറയുക തന്നെ വേണം. നാളെ ഒരു സമയത്ത് നിനക്കോ അല്ലെങ്കിൽ നിനക്ക് പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്ന ആളിന് അതൊരു പ്രശ്നമായിട്ട് ബാധിക്കരുത് എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് ഫൈനലി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എനിക്ക് വേറെ ഡിസിഷൻ അല്ലെങ്കിൽ വേറെ തീരുമാനം എടുക്കാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ. പിന്നെ ആകെ 2 ദിവസത്തെ ഒരു ദിവസത്തെ ഗ്യാപ്പ് ആകണ്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ അത് വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്ക് ഈ എൻഗേജ്മെന്റിന് താല്പര്യമില്ല, എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. അവര് പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. അത് മാത്രം ഗൈസ് എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ മുത്തുമണികളെ, എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ പറഞ്ഞതായിട്ട്. അതോടുകൂടി എന്റെ ലൈഫില് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ സന്ദേശം അതോടുകൂടി തുടങ്ങി. സ്റ്റാർട്ടിങ് തുടങ്ങി. ഭയങ്കരമായിട്ടുള്ള സന്ദേശം അവിടെ നിന്ന് തുടങ്ങി. അമ്മയാണ് ഫോൺ എടുത്തത്, അവരുടെ മകന്റെ കൈ കൊടുത്തു. മകന്റെ കൈ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, അവർ പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമായി. ഭയങ്കര പ്രശ്നമാണ്. എനിക്കറിയായിരുന്നു ഇത് വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എക്സാം സെന്ററിൽ കയറി. അന്നത്തെ എക്സാം ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എങ്ങനെയോ ആ എക്സാം എന്തൊക്കെ എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെയോ എഴുതി ആ ഹാളിൽ നിന്ന് ഏറ്റവും ഫസ്റ്റിലെ പേപ്പർ എക്സാം തീരുന്നതിന് മുന്നേ തന്നെ പേപ്പർ കൊടുത്തിട്ട് ഇറങ്ങുന്ന ഒരാൾ ഞാനായിരുന്നു. ബാക്കി എക്സാമിനെല്ലാം ലാസ്റ്റ് ഇറങ്ങുന്ന ഞാൻ അന്നത്തെ എക്സാമിന് ഏറ്റവും മുന്നേ ഇറങ്ങിയത് ഞാനായിരുന്നു. എന്നിട്ട് ഇറങ്ങി. അപ്പം എന്റെ സിസ്റ്റർ സെക്കൻഡ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി അവിടെ വന്നു, സ്റ്റോപ്പിൽ വന്നു. അങ്ങനെ ഞാനുമായിട്ട് കുറെയൊക്കെ സംസാരിച്ചു. അവര് സംസാരിച്ചതിന് ശേഷം എന്നെ കുറെയൊക്കെ ഇത് നല്ല രീതിയിൽ എനിക്ക് കുറെയൊക്കെ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കേണ്ട, എന്തായാലും വീട്ടിൽ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടൊക്കെ അവർ പോയി. പിന്നെയും വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. അതൊക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് വിചാരിക്കും എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഫൈനലി എല്ലാവരും തീരുമാനിച്ചു. പിന്നീട് ഉണ്ടായതൊക്കെ പല പല കഥകളാണ്. പല പല കഥകൾ എന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിൽ ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള പല പല കഥകളാണ് പിന്നെ എന്റെ പേരിൽ ഉയർന്നത്. എനിക്ക് വേറെ എന്തോ റിലേഷൻ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ആരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്, പെരുമാറുന്നൊക്കെ പറഞ്ഞ് പല ഇത്. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുള്ള ഒരു അവസ്ഥയിലായി. ഞാനിപ്പോഴും തിരിച്ചു പറയുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാ കടന്നുപോയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഒറ്റപ്പെടല്, അവഗണന, ശത്രുവിനെ പോലെ എല്ലാവരും കണ്ട നിമിഷം ഒക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ശബ്ദമുണ്ടാക്കാതെ, സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു ലൈഫില്. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്റെ ലൈഫിൽ. ഒറ്റപ്പെടലാണ് എന്റെ ദിനങ്ങളെന്ന് പറഞ്ഞാല്
ഭയങ്കരമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു ഫ്രണ്ടിന്റെ ആശ്വാസവാക്ക്, അതിലാണ് ഏറ്റവും അധികം ഞാൻ ഇപ്പോഴീ നിമിഷം നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് പോലും ആ ഒരു പുള്ളിക്കാരിയുടെ ഹെൽപ്പായിരുന്നു. ഫിനാൻഷ്യലി ഒന്നുമല്ല, പക്ഷെ പുള്ളിക്കാരി എന്നെ മെന്റലി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മെന്റലി എനിക്ക് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്നെ മെന്റലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിക്കാരി നല്ലതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തു. കാര്യം ഒരുപാട് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയ സമയത്ത്, അല്ലെങ്കിൽ ഡിപ്രഷന്റെ വക്കയിൽ വരെ എത്തും എന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി പെട്ടെന്ന് കയറി എന്നെ കയറി ഇത് ചെയ്തു, ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കി തന്നു. അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു എനിക്ക് നല്ലൊരു എന്താ പറയാ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരാൻ ആ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കഴിയുന്നു. അപ്പം ആ ചേച്ചി അധികം കാണുകയും സംസാരിക്കുകയൊന്നും ചെയ്യില്ലെങ്കിൽ പോലും പുള്ളിക്കാരി നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക്. മനസ്സ് കൈവിട്ട് പോകാതെ പിടിച്ചു നിന്ന ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോയത് എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഒരു ഈ വിഷമം വരുമെങ്കിലും ഞാൻ അതൊക്കെ പിന്നെയും കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റോറി ആണ് എന്റെ ലൈഫിൽ ഉണ്ടായത്. ഭയങ്കരമായിട്ടൊരു പൊട്ടിത്തെറി ഉണ്ടായി. അത് 3 വർഷം വരെ ഞാനൊരു എന്റെ അമ്മയ്ക്ക് ഒരു ശത്രുവിനെ പോലെ ഒരു കൂരയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിനുള്ളില് 3 വർഷം, ഏകദേശം 3 വർഷം വരെ ശത്രുക്കളെ പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. എനിക്ക് വീട്ടിൽ ആഹാരം ഉണ്ടായിരുന്നില്ല, കിടക്കാനൊരു സ്ഥലം എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. നാട് വിട്ടു പോകണം എന്ന് തോന്നിയ നിമിഷങ്ങൾ, ഡിപ്രഷന്റെ വാക്കിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നെ ഫൈനലി എല്ലാം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്ന നിമിഷങ്ങള്, അങ്ങനെ എനിക്ക് ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നുപോയി. സംസാരിക്കുമ്പോൾ കുറച്ച് ഇമോഷൻസ് ഫീൽ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു, സാരമില്ല. അപ്പൊ നമ്മൾ അതിനൊക്കെ വിട്ടു. പിന്നെ അതിനുശേഷം ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഏകദേശമൊക്കെ ഒരുവിധം എല്ലാമൊക്കെ ഇതായിട്ടുണ്ട്. എന്നാലും എനിക്ക് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് പാരന്റ്സിനോടാണ്. പെൺകുട്ടികൾ എത്ര ഏജ് എന്തോ ആവട്ടെ, ഒരിക്കലും അവർക്ക് മെന്റലിയും ഫിസിക്കലിയും അവരൊരു മാരേജിന് തയ്യാറല്ലാത്തടത്തോളം കാലം നിങ്ങൾ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത്. ഒരു മാരേജിലോട്ട് അവരെ തള്ളിവിടരുത്. മാരേജ് എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, അപ്പം മാരേജ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഏകദേശം ഒരു ചിന്താഗതിക്കാരൊക്കെ ആണെങ്കിൽ ഒരുവിധമൊക്കെ നല്ല രീതിയിൽ ലൈഫ് പോകും. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, പാരന്റ്സിന്റെ കൂടെയാണ് പറയുന്നത്. അത് പെൺകുട്ടികളോട് പറയാനുള്ള മെസ്സേജാണ്. ഒരിക്കലും നമുക്ക് ഒരു മാരേജിന് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് തുറന്നു പറയുക. പല പ്രശ്നങ്ങളും എന്നെ പോലെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. എന്നാൽ പോലും ഇപ്പൊ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടാൽ പോലും നാളെ ഒരു സമയത്ത് ഇതിനേക്കാൾ അപ്പൊ നമ്മൾ ഇത് വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവരെ ഒരു ഇതാക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ച് നമ്മളൊരു മാരേജിന് എടുത്ത് പുറപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ അതിലുണ്ടാവുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ലൈഫ് നല്ലതല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന് തന്നെയാണ് അതിനേക്കാളും ഉണ്ടായ നഷ്ടത്തിനേക്കാളും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എന്റെ വീട്ടിൽ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിന് ഇല്ലെങ്കിൽ പോലും ഒരുവിധം ഞാൻ തട്ടി നീക്കി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പാരന്റ്സിന്റെ കൂടെ പെൺകുട്ടികളുടെയൊക്കെ പറയാനുള്ള കാര്യം ഇതാണ്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റാൻഡായി നിന്നതിന് ശേഷം മാരേജ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. പിന്നെ എന്താ, നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു മാരേജ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. ഫാമിലിയെ ബുദ്ധിമുട്ടിക്കാതെ, അവർക്കൊരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാതെ നമ്മളൊരു ലൈഫിലോട്ട് കയറി പോവുക അല്ലെങ്കിൽ കയറി ചെന്നാൽ നമ്മുടെ ഫാമിലിക്കും അതൊരു ആശ്വാസമായിരിക്കും, സന്തോഷമായിരിക്കും. നമുക്കൊരു സന്തോഷം, ആശ്വാസം, സമാധാനം ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര ഇമോഷണലായി. ഞാനിങ്ങനെ
എന്താ ശബ്ദമൊക്കെ ഇടറിപ്പോയി ഞാൻ പിടിച്ചൊക്കെ നിന്നിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പം പിന്നെ അതുപോലെ നല്ല നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ നമ്മള് ഒരു എല്ലാം തകർന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് മതിയാകും നമുക്ക് എല്ലാത്തിൽ നിന്നും നമ്മളെ കരകയറ്റാൻ, അല്ലെങ്കിൽ നമ്മളെ എല്ലാത്തിൽ നിന്നും പിടിച്ചു നിർത്താൻ. ഇപ്പൊ നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ആരും എല്ലാവരും നമ്മളെ തള്ളി പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലും ചിലപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടെങ്കിലും കാണും. നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെങ്കിലും കാണും നമുക്ക് മെന്റലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ മെന്റലി, ഇപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ മെന്റലി നമുക്കൊരു സപ്പോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു താങ്ങായിരിക്കും നമുക്ക് വേണ്ടത്. അത് തരാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയില്ല, ദൈവം സഹായിച്ച് ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാനല്ല എന്നെ കൊണ്ട് വേറെ ആരെ ചെയ്യിപ്പിച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയത്. എല്ലാവരും എന്നെ ഈശ്വരനായിരിക്കും തട്ടി എനിക്ക് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആ ഒരു ലൈഫ് എനിക്ക് സെറ്റ് ആവില്ലായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തോ എനിക്കതൊരു മെന്റലി എനിക്ക് ഇങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിട്ട് തോന്നി. സോ അത്രേ ഉള്ളൂ. പിന്നെ മാരേജിന് ഏജൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിക്കല്ല. നമുക്ക് മാരേജ് ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഒരു ഇത് വരുന്ന സമയത്ത് മാത്രം മാരേജിനെ പറ്റിയൊക്കെ എല്ലാരും ചിന്തിച്ച് തുടങ്ങുക. അതിനിടയിൽ വേറെ ഒന്നും ഫാമിലിയെ നോക്കിയോ അല്ലെങ്കിൽ നാട്ടുകാരെ നോക്കിയോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള നമ്മുടെ ലൈഫാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയാൽ ഈ പറയണ നാട്ടുകാർ കാണില്ല, ബന്ധുക്കൾ ഒന്നും കാണില്ല, നമ്മൾ നമ്മളെ ഫാമിലി മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ ഫാമിലിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വയം സേഫ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ആത്മഹത്യയൊക്കെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് അല്ലെ ഒരു പാർട്ട്ണറെ കൂടെ ജീവിക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ കിട്ടട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്റെ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറഞ്ഞതാണ്. വലിയ സ്റ്റോറി എന്നല്ല, ചെറിയ സ്റ്റോറി. പക്ഷെ ഇത് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ വലുതായി പോയതായിരിക്കാം. സോ അതിനുശേഷമൊക്കെയാണ് ഞാൻ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ എന്റെ നേരത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു പ്രശ്നം. അപ്പം എല്ലാവരും നമ്മുടെ ഫാമിലിയെ വിഷമിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അവര് കുറച്ച് വിഷമിച്ചാലും കുറച്ച് കഴിയുമ്പോ അവര് അതൊക്കെ ഓർത്ത് സന്തോഷം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നമ്മളെ ഓർത്ത് നമ്മുടെ ലൈഫ് ഓർത്ത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വിഷമമൊക്കെ സഹിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെയും കൂടി പറഞ്ഞ് നിങ്ങളെയും കൂടി ഒരു ഇതാറ്റെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും കമന്റും ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ മുത്തുമണീസ്.